നമസ്കാരം. ഡോക്ടർ ലാലിനെ നമ്മൾ ഒരുപാട് ആരോഗ്യ ചർച്ചകളിലൊക്കെ കാണാറുണ്ട്. സാറിൻ്റെ ഇടപെടലൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? നല്ലൊരു ചോദ്യമാണിത്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ ചർച്ചയിലൊക്കെ ഇടപെടുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യമാണ്. പൊതുജനങ്ങളെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമാണ് ഞാൻ പഠിച്ചത്. മെഡിക്കൽ ഡോക്ടറാണ്. പൊതുജനാരോഗ്യത്തിൽ പഠനങ്ങൾ നടത്തിയ ആളാണ്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ആരോഗ്യരംഗമൊക്കെ നമുക്ക് ഒരു ക്രോസ് സെക്ഷനിലായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. അവസ്ഥ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചിലയിടത്തൊരു യാത്രാ പ്രശ്നമുണ്ട്. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ആ പ്രശ്നം അങ്ങ് തീരും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കടത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആളുകൾ നീന്തി കയറണം, അവിടെ ഒരു പാലം വരുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരും. അതൊക്കെ ചിലപ്പോൾ 75 വർഷത്തേക്ക് ആ പ്രശ്നമില്ല. ആരോഗ്യരംഗം അങ്ങനെയല്ല. ആരോഗ്യരംഗം അനുനിമിഷം മാറുകയാണ്. അല്ല, എല്ലാ ദിവസവും അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ നമുക്ക് കേട്ടിട്ടില്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 1947 നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരാശരി ആയുസ് 32 വർഷമാണ്. 32 വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്നല്ല, പക്ഷേ ശരാശരി 32 വയസ്സാണ് ആയുസ്. അതുകൊണ്ടാണ് ഈ പണ്ട് ഷഷ്ടിപൂർത്തിയൊക്കെ ആഘോഷിക്കുന്നത്. 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. പക്ഷെ അത് മാറി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 32 വയസ്സാണ് ഇന്ത്യയുടെ ശരാശരി ആയുസ്. കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട്. അന്നും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കേരളം പുരുഷന് 73 വയസ്സും സ്ത്രീക്ക് 80 വയസ്സുമാണ് ശരാശരി. എന്ന് പറഞ്ഞാൽ 80 വയസ്സ് ശരാശരി എന്ന് പറയുമ്പോൾ 80-ന് മേളിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ കാണും. 73 പുരുഷൻ എന്ന് പറയുമ്പോൾ അതിന് മേളിൽ ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാർ കാണും. അപ്പോൾ 90-കാരും 100-കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്. ആയുർദൈർഘ്യം കൂടുക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു നല്ലൊരു സൂചനയാണ്. അപ്പോൾ ആയുർദൈർഘ്യം മാത്രമല്ല, ഇപ്പോൾ 80 വയസ്സുകാർ നമ്മുടെ നാട്ടിൽ പലരും രോഗശയ്യയിലോ അനാരോഗ്യത്തിലോ ഒക്കെയാണ്. പക്ഷേ അമേരിക്കയിലോ അതുപോലെ യൂറോപ്പിലൊക്കെ ചില രാജ്യങ്ങൾ നോക്കുമ്പോൾ 80-കാർ കാർ ഓടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 80 വയസ്സിൽ ജീവിച്ചാൽ പോരെ, ആരോഗ്യത്തോടെ ജീവിക്കുകയും അത് നിലവാരം ക്വാളിറ്റിയുള്ള ജീവിതമായിരിക്കണം.